ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ നമ്മൾ മുഖ്യമായും സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ട്രൈബൽ പോയട്രി ആൻഡ് ദലിത് പോയട്രി, സമകാലികമായിട്ട് ഉള്ള ദലിത് കവിതയും ഗോത്ര കവിതയും എന്നൊരു വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. സ്വാഭാവികമായും ഇങ്ങനെ ഒരു ടൈറ്റിൽ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടൈറ്റിൽ നമ്മൾ കാണുമ്പോൾ, നമുക്ക് പൊതുവെ കുറേ പതിറ്റാണ്ടുകളായി പൊതുമനുഷ്യരെന്ന് പൊതുവിൽ വിചാരിക്കുന്ന നമ്മൾക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കവിത, മലയാള കവിത ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ദളിത് കവിത അല്ലെങ്കിൽ ഗോത്ര കവിത എന്നൊക്കെ ഒരു തോന്നൽ പൊതുവെ ഉണ്ടാവാറുണ്ട്. അത് നമുക്കറിയാം, കവിതയോ സാഹിത്യവുമായി മാത്രം ബന്ധപ്പെട്ട ഒരു കാര്യമല്ല അത്. മറിച്ച് അതൊരു എന്താ പറയുക, ഒരു വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പലപ്പോഴും അതിൻ്റെ ഉള്ളിലെ ഒരു സമൂഹത്തിലെ, ഒരു ഭാഷയിലെ അല്ലെങ്കിൽ കവിതയിലെ, സാഹിത്യത്തിലെ വൈവിധ്യങ്ങളെ നമ്മൾ തിരിച്ചറിയുന്നില്ല. കാരണം വൈവിധ്യങ്ങളെ തിരിച്ചറിയാതിരിക്കുകയും അതീശമായിട്ടുള്ള ജീവിത രീതിയോ സംസ്കാരത്തെയോ സാഹിത്യതയോ പൊതുവിൽ ഉള്ള ഒരു സംഗതിയായി കാണുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം അതിൻ്റെ ഒരു വൈവിധ്യങ്ങളും തിരിച്ചറിയാതിരിക്കുന്ന ഈ സെക്ഷനിൽ പങ്കെടുക്കാനുള്ള കവി കലേഷാണ് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് കോളൊന്ന് എടുക്കേണ്ടി വന്നത്. എല്ലാവരും ക്ഷമിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ എല്ലാ കാര്യത്തെയും പൊതുവായി തീരുമാനിക്കുന്ന ഒരു രീതി പൊതുവെ മലയാളത്തിലെ ഒരു എന്താ പറയുക, ഒരു അതീശ സമൂഹത്തിന് നമുക്കറിയാം. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല ധാരണയുള്ളവരാണ് നമ്മളേവരും. അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ സവിശേഷമായിട്ടുള്ള ഒരു കർത്തൃത്വത്തിൻ്റെ ഇടപെടലുകൾ, അവരുടെ കവിത, അവരുടെ സംസ്കാരം, അവരുടെ ചിത്രമെഴുത്ത് എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് നിങ്ങളിങ്ങനെ പ്രത്യേകിച്ച് ഓരോന്ന് പറയുന്നത് എന്നുള്ളൊരു ചോദ്യം വരുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കലയുടെ കാര്യം മാത്രം വരുമ്പോഴാണ് ഇങ്ങനെ പ്രത്യേകിച്ച് എന്തിനാണെന്ന് ചോദിക്കുന്നത്. ബാക്കി എല്ലാ കാര്യത്തിലും, ഒരു ജീവിതത്തിൻ്റെ കാര്യത്തിൽ, സാംസ്കാരിക ജീവിതത്തിൻ്റെ കാര്യത്തിൽ, മറ്റ് പലതരത്തിലുള്ള ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യത്തിൽ, അങ്ങനെ റിസോഴ്സസ് നമ്മൾ വിതരണം ചെയ്യുന്ന കാര്യത്തിലൊക്കെ ഇങ്ങനെ ഒന്നും പൊതുവാക്കി വെക്കാറില്ല ഒരു കാര്യവും. കാരണം പാരമ്പര്യത്തെ നമുക്ക് പൊതുവായി വീതിച്ചു തരാറില്ല, സ്വത്തിനെ പൊതുവായി വീതിച്ചു തരാറില്ല, ജനാധിപത്യ അവകാശങ്ങളെ വീതിച്ചു തരാറില്ല, ജനസംഖ്യ ആനുപാതികമായി സാമൂഹ്യ നീതിയെ വീതിച്ചു തരാറില്ല. എന്തിനാണ് ഭരണഘടനാ അവകാശം പോലും, കോടതികൾ നൽകുന്ന നീതി പോലും ആ മട്ടിൽ വീതിച്ചു തരാറില്ല. പക്ഷേ മറിച്ച് കലയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് മാത്രമാണ് എന്തിനാണ് ഒരു സവിശേഷമായ കല എന്നുള്ളൊരു ചോദ്യം വരുന്നത്. ആ ചോദ്യത്തിന് നമ്മൾ പതിറ്റാണ്ടുകളായി മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിലും വീണ്ടും ആ ചോദ്യം ഇവർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തൊരു വലിയ വിരോധാഭാസം. കവിതയുടെ കാര്യത്തിൽ ഇപ്പം വ്യക്തിപരമായി എടുത്താൽ ഒരു 3 പതിറ്റാണ്ടെങ്കിലുമായിട്ട് ഒരു ദലിത് കവിത എന്ന മട്ടിൽ കവിതയെ സമീപിക്കുന്ന ഒരാളാണ് ഞാൻ. ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം അത്തരം അനുഭവങ്ങളെ കവിതയാക്കാൻ ശ്രമിച്ച ഒരാളല്ല ഞാൻ. മറിച്ച് സവിശേഷമായിട്ടുള്ള ചില അനുഭവങ്ങളെ, സവിശേഷമായിട്ടുള്ള ചില സൗന്ദര്യശാസ്ത്രത്തെ, സവിശേഷമായിട്ടുള്ള ചില സോഷ്യോ പൊളിറ്റിക്കലായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഒന്നും തന്നെ ഈ മുഖ്യധാര എന്ന് നമ്മൾ വിളിക്കുന്ന സോക്കോൾഡ് മുഖ്യധാര കവിതയ്ക്കകത്ത് വരാതെ പോകുന്നു. ഇനി അഥവാ വന്നാലും അത് വേണ്ട വിധത്തിൽ അല്ല അതവിടെ ചിത്രീകരിക്കപ്പെടുക. മറിച്ച് അത് പലതരത്തിൽ ഡീമോറലൈസ് ചെയ്തിട്ടായിരിക്കും ചിത്രീകരിക്കപ്പെടുക, അല്ലെങ്കിൽ മറ്റൊരു വേർഷനായിരിക്കും. നമുക്കറിയാം, ഇപ്പം കുട്ടനാടിലെ കർഷക തൊഴിലാളികളെക്കുറിച്ച്, അല്ലെ കുട്ടനാടിലെ പുലയരെക്കുറിച്ച് തകഴി രണ്ടിടങ്ങഴി എഴുതുമ്പോഴത്തേക്ക് തകഴി ചിത്രീകരിക്കുന്ന കോരൻ എന്ന് പറയുന്നത് തകഴിയുടെ മനസ്സിലെ, തകഴി എങ്ങനെ ആയിരിക്കണമോ ഒരു പട്ടികജാതിക്കാരൻ, ഒരു പുലയൻ എങ്ങനെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന തകഴിയുടെ സങ്കല്പത്തിലുള്ള ഒരു കോരനെയാണ് തകഴി രണ്ടിടങ്ങഴിയെ സൃഷ്ടിക്കുക. മറിച്ച് യഥാർത്ഥത്തിലുള്ള കോരൻ തകഴി ചിത്രീകരിച്ചതുപോലെ ആണോ ആഗ്രഹിച്ചത് എന്ന് അത് തകഴിക്കും അറിയില്ല, കോരനും അറിയില്ല. പക്ഷേ ആ കാലം മാറിയിട്ട് പലതരത്തിലുള്ള സാമൂഹ്യ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. പലതരത്തിൽ കോരൻ്റെ മക്കൾ എന്താ പറയുക, സ്കൂളിൽ പോയി വിദ്യാഭ്യാസം നേടി അവരും സാംസ്കാരിക ചരിത്രവും കവിതയും ഒക്കെ പഠിച്ചപ്പോഴത്തേക്ക് മനസ്സിലായി എൻ്റെ അച്ഛൻ കോരൻ ആഗ്രഹിച്ചിരുന്നത്
ഇങ്ങനത്തെ തകഴിയുടെ തൻ്റെ മേലാളൻ്റെ അല്ലെങ്കിൽ തൻ്റെ മുതലാളിയുടെ അല്ലെങ്കിൽ തൻ്റെ കർഷക മുതലാളിയുടെ ഉള്ളിലെ കോരനായി മാറുക, പണിയെടുത്ത് പകലന്തിയോളം പണിയെടുത്ത് വേർപ്പ് പൊടിഞ്ഞ് ആത്മസാക്ഷാത്കാരം നേടുകയല്ല, മറിച്ച് കൃത്യമായി കൂലി കിട്ടുക തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളിലേക്കുമാണ് ലക്ഷ്യം. അല്ലെങ്കിൽ എനിക്ക് അത്തരം ഒരു ജോലി ചെയ്യാൻ താല്പര്യമില്ല, എനിക്കും ഭൂ ഉടമയാകാനാണ് എനിക്ക് താല്പര്യമുള്ളത്. അങ്ങനെ കോരൻ്റെ സ്വതന്ത്രമായ ആഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായൊരു കോരനെയാണ് ഈ ഇവിടെ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മുഖ്യധാര കവിതയിലെ നമ്മൾ ഏത് കവിത എടുത്താലും നമുക്കത് കാണാൻ പറ്റും. കാരണം ഇപ്പോൾ ചങ്ങമ്പുഴയുടെ വാഴക്കുല എടുത്താലും കാണാൻ പറ്റും. പലതരത്തിൽ ദലിതരുടെ ജീവിതം, ഈവൻ കുമാരനാശാൻ്റെ കൃതികളിലെ ഇത്തരം പ്രാതിനിധ്യങ്ങൾ എടുത്താൽ പോലും നമ്മളതിൻ്റെ പുതിയ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളതിനെ വീണ്ടും വായിക്കുമ്പോൾ അത്തരം പഠനങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അത്തരം അപനിർമ്മിക്കലുകൾ ദലിതരുടെ മുൻകൈയിൽ, ദലിതരുടെ ഇൻ്റലക്ച്വൽസ്, ദലിതരായിട്ടുള്ള എഴുത്തുകാർ, ഗോത്ര വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ചിന്തകർ, എഴുത്തുകാരൊക്കെ അത്തരത്തിലുള്ള അപനിർമ്മാണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായി തങ്ങളുടെ കൂടി മേൽവിലാസവും തങ്ങളുടെ കൂടി പേരും തങ്ങളുടെ പ്രതിനിധാനവും കൂടി ഉൾപ്പെടുന്ന വിശാലമായിട്ടുള്ള ഒരു സാംസ്കാരിക ലോകത്തെ, ഒരു സാമൂഹ്യ ലോകത്തെ, അല്ലെങ്കിൽ ഒരു സാഹിത്യ ലോകത്തെ, അതല്ലെങ്കിൽ കലയുടെയോ കവിതയുടെയോ കഥകളുടെയോ ഒക്കെ ലോകം എന്ന് പറയുന്നത് തൻ്റെ പ്രാതിനിധ്യം കൂടി പെട്ടാൽ മാത്രം കുറച്ചും കൂടെ ജനാധിപത്യപരമാകുന്ന, കുറച്ചുകൂടെ സാമൂഹ്യ ലിംഗ നീതി ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരിടം ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം സവിശേഷ എഴുത്തുകളും കലകളും ചിത്രങ്ങളും ആവിഷ്കാരങ്ങളുമൊക്കെ ആയിട്ട് അതാത് വിഭാഗത്തിലെ സ്വതന്ത്ര ബുദ്ധികളായ മനുഷ്യർ, തീർച്ചയായും സ്വതന്ത്ര ബുദ്ധി എന്നുള്ളത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. യഥാർത്ഥത്തിൽ മറ്റൊരാളുടെ ചിന്തയിലുള്ള, ഞാൻ പറഞ്ഞ പോലെ തകഴിയുടെ കോരനാവാതെ മറിച്ച് കോരൻ്റെ തന്നെ കോരനായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത് അതിന് അധിക കാലമൊന്നും ആയിട്ടില്ല. ഒരു പക്ഷേ ഒരു 80കൾക്ക് ശേഷമോ 90കൾക്ക് ശേഷമൊക്കെയാണ് അത്തരത്തിലുള്ള സ്വത്ത് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട്, അംബേദ്കർസവുമായി ബന്ധപ്പെട്ട് വീണ്ടെടുക്കപ്പെട്ട അയ്യൻകാളിയുടെയും പൊയ്കയിൽ അപ്പച്ചൻ്റെയും പാമ്പാടി ജോൺ ജോസഫിൻ്റെയും ഒക്കെ ഒരു ഊർജം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സ്വതന്ത്ര ബുദ്ധികളായിട്ടുള്ള വിവിധ ജ്ഞാന അന്വേഷകർ, ദലിതരുടെയും ആദിവാസി വിഭാഗത്തിൻ്റെയും ഗോത്ര വിഭാഗത്തിൻ്റെയും ഒക്കെ മേഖല, സ്ത്രീകളുടെയും ട്രാൻസ്ജെൻഡേഴ്സിൻ്റെയും ഒക്കെ, ഇത് ഞാൻ പറഞ്ഞ പോലെ ഈ മുഖ്യധാര ഓരപ്പെടുത്തിയ മുഴുവൻ കർത്തൃത്വങ്ങളുടെയും മുൻകൈയിൽ ഇത്തരത്തിലുള്ള ഒരു ചിന്ത, ഒരു ജ്ഞാന അന്വേഷണം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ദലിത് കവിതയും ഗോത്ര കവിതയുമൊക്കെ അതിൻ്റേതായിട്ടുള്ള സ്വന്തം കാലിൽ നിന്നുകൊണ്ടുള്ള ഒരു 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 അഭ്യാസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് നടത്താൻ കഴിഞ്ഞത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മറിച്ച് ഒരു സെപ്പറേറ്റിസമോ അല്ലെങ്കിൽ വേറിട്ട് നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയുക, കവിതയിൽ എന്തിന് വേറൊരു കവിത എന്ന് ചോദിക്കുന്ന, അത് വളരെ ലളിതമായിട്ടുള്ള ഒരു യുക്തിയാണ്. അപ്പോൾ അത്തരം ഒരു യുക്തിയല്ല യഥാർത്ഥത്തിൽ ദലിതരും ഗോത്ര സമൂഹവും മുമ്പോട്ട് വെക്കുന്നത് എന്നാണ് എനിക്ക് പ്രാഥമികമായി പറയാനുള്ളത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് എൻ്റെ എഴുത്തും എന്നോടൊപ്പമുള്ള സഹ കവികളുടെയും ഒക്കെ എഴുത്ത് എന്ന് ഞാൻ കരുതുകയാണ്. തുടർന്ന് സംസാരിക്കാമെന്ന് കരുതുന്നു. തൽക്കാലം നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഇത്തരമൊരു വേദിയിൽ ഇവിടെ വീണ്ടും വരാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടെ പിന്നീട് ഇത്തരം ഒരു വേദിയിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. അതിൽ വലിയൊരു സന്തോഷമുള്ള ഒരു വ്യക്തിയാണ്. ആദ്യമായിട്ട് ഇവിടെ തന്നെയാണ് എൻ്റെ ഭാഷയും അല്ലെങ്കിൽ എന്താ പറയുക, എങ്ങനെയാണ് ഒരു ഭാഷയെ അടയാളപ്പെടുത്തുക, ആ ഒരു 10 ദിവസത്തെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നാണ് പ്രിയപ്പെട്ട ഇന്ദു മേഡത്തിൻ്റെ ഒരു ക്ഷണം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മളിവിടെ വരികയും അതിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ആ 10 ദിവസത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് കിട്ടിയ കുറേ അറിവുകളും അല്ലെങ്കിൽ എങ്ങനെയാണ് രചനയെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ഒരു വലിയൊരു ഇതായിരുന്നു. അപ്പം ഞാനൊക്കെ എഴുതി വെക്കുന്ന സമയത്ത് എന്താ പറയുക, ഒന്നും എവിടെയും എത്തിപ്പെടാത്ത ഒരു തലത്തിലായിരുന്നു. അവിടെ നിന്ന് ആദ്യമായിട്ടൊരു കവിത വരികയും വീണ്ടും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഇവിടെ വന്ന് ഇത്തരം ഒരു വേദിയിലിരുന്ന് സംസാരിക്കാൻ പറ്റുന്നതും എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമാണ്. ഇന്നത്തെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദളിത് കവിതയും അല്ലെങ്കിൽ ഗോത്ര കവിതകളെയും കുറിച്ചാണ്. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഒപ്പം ഇരിക്കുന്നവരൊക്കെ നന്നായി സംസാരിക്കുന്ന വ്യക്തികളായിരിക്കും, പക്ഷേ എനിക്ക് അത്ര പോലും സംസാരിക്കാൻ അറിയാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഗോത്ര കവിതകളെ
ഇന്നിപ്പം പൊതുവേദിയിൽ അല്ലെങ്കിൽ പൊതുസമൂഹത്ത് ഗോത്ര കവിതകളെ അടയാളപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഗോത്ര കവിതകളില്ലാത്ത ഒരു ദിവസമില്ല എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം ഞാനൊരു ഗോത്രവർഗ്ഗക്കാരനാണ്. എനിക്ക് പറയാനുള്ളത് എനിക്ക് മാത്രമേ സാധിക്കുള്ളൂ. എനിക്ക് പറയാനുള്ള കാടിന് നിങ്ങൾ പറയുന്ന കാടിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന കാടിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരിക്കലും എഴുതാനും പറ്റില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. കാരണം ചില്ലുകൂടാരങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങൾ എഴുതുന്ന കാടല്ല ഞാൻ എഴുതുന്ന കാട്. ഞാൻ എഴുതുന്ന കാട് എന്ന് പറയുന്നത് കാടകത്ത് നിന്നുകൊണ്ട് കാടിൻ്റെ നേരും ഊർജ്ജമൊക്കെ മനസ്സിലാക്കി അവയെ പെറ്റമ്മയെ പോലെ കണ്ടുകൊണ്ട് എഴുതുന്ന കവിതയാണ് എൻ്റെ കാടും എൻ്റെ കവിതകളും എൻ്റെ ഭാഷയും. അപ്പോൾ അതിൽ ഒരിക്കലും എന്താ പറയുക ഗോത്ര കവിതകളെ മറികടക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എൻ്റെ സ്വപ്നം ഇത് തന്നെയായിരുന്നു. ഞാനൊക്കെ ഗോത്ര കവിതകളെ എൻ്റെ ഭാഷയെ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് ഒരുപാട് നമ്മൾ ഭരണിപ്പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട് പൂരത്തിനകം. അപ്പോൾ അതുപോലെയുള്ള പച്ചത്തെറിയുടെ ആറാട്ട് കേട്ട് മടുത്തവനാണ് ഞാൻ. അപ്പോൾ ചീഞ്ഞ മുട്ടയ്ക്ക് വരെ എറിയാൻ സാധ്യതയുള്ള ആ ഒരു അവസ്ഥയിൽ നിന്നാണ് പുറത്തേക്ക് വന്നൊരു വ്യക്തിയാണ്. എന്നോട് പലപ്പോഴും ചോദിച്ചൊരു ചോദ്യമായിരുന്നു, നിന്റെ ഭാഷയെ അടയാളപ്പെടുത്താൻ എനിക്ക് ഒരു നാണവും മാനവും ഇല്ലേ എന്ന് ചോദിച്ച മനുഷ്യന്മാരുണ്ടായിരുന്നു. സത്യത്തിൽ എനിക്ക് ഒരു നാണവും മാനവും ഇല്ലായിരുന്നു. കാരണം എന്ത് പറഞ്ഞെങ്കിൽ ഞാൻ തുണിയില്ലാതല്ലല്ലോ നിൽക്കുന്നത്. കാരണം എൻ്റെ പെറ്റ ഭാഷയെ അടയാളപ്പെടുത്തുക എന്ന് പറയുന്നതും അല്ല എൻ്റെ ഭാഷയെ അക്ഷരങ്ങളിലൂടെ അടയാളപ്പെടുത്താൻ സാധിക്കുന്നത് വരെ ഞാൻ പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്നുള്ളതായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഷയെ കൈവിടാതെ തന്നെ എൻ്റെ ഭാഷയിലൂടെ അടയാളപ്പെടുത്തി. എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഈ ഭാഷയെ അക്ഷരങ്ങളിലൂടെ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. ഇനി വരുന്ന തലമുറയ്ക്ക് പാതിയിൽ ചത്തുരൻ ഭാഷയിലാണ് എൻ്റെ ജീവിതമെന്ന് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കാരണം എൻ്റെ ഭാഷ സംസാരിക്കാറില്ല. എല്ലാവരും മലയാളം മാത്രം ഇങ്ങനെ സംസാരിച്ച് അതിനോടൊപ്പം ഇംഗ്ലീഷും ചേർത്ത് ഇങ്ങനെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ മനുഷ്യന്മാരാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഞാൻ എൻ്റെ ഭാഷയെ പൊരുത്തപ്പെട്ട് എൻ്റെ ഭാഷയെ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ ഭാഷ സംസാരിക്കാറില്ല. എൻ്റെ വീട്ടിൽ അച്ഛനമ്മയ്ക്ക് സംസാരിക്കുന്ന മലയാളം തന്നെയാണ്. അപ്പം ഞാൻ ഒരു വാക്കിൻ്റെ അർത്ഥം തേടി പോകണമെങ്കിൽ ഒരാഴ്ച ഞാനൊരു സാധാരണ കൂലിപ്പണിക്കാരനാണ്. അപ്പോൾ ഈ ഒരാഴ്ചക്കാലം ഞാൻ കൂലിപ്പണി എടുത്തിട്ട് ആ പൈസ വെച്ചിട്ട് ഞാൻ മറ്റൊരു കോളനിയിൽ പോയിട്ട് അവിടെ നിന്ന് പ്രായം ചെന്നവരുടെ അടുക്കെ ചെന്ന് അവർ പറയുന്ന ഒരു വാക്കിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് ഞാൻ കവിത ചെയ്തിട്ടുള്ളത്, എൻ്റെ ഭാഷയെ അടയാളപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പം അതിൻ്റെയൊക്കെ വലിയ ഒരു നഷ്ടമായിട്ടല്ല, അതിൻ്റെയൊക്കെ വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് ഇന്നിപ്പം എൻ്റെ ഭാഷ മലയാള സിലബസിൽ 7ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്നു, അത് മലവേട്ടുവൻ്റെ ഭാഷയിലൂടെ പഠിക്കുന്നു എന്നതാണ്. പിന്നെയുമുള്ളൊരു സ്വപ്നമാണ് ഈ ഭാഷ എല്ലായിടങ്ങളിലും അടയാളപ്പെടുത്താൻ സാധിക്കുമാറാവട്ടെ എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന എല്ലാവർക്കും എന്താ പറയുക, മ്യൂസിക്കൽ ആൽബത്തിന് പാട്ട് എഴുതുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിലെല്ലാം എൻ്റെ ഭാഷയെ അടയാളപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പം ഒരു 3 മലയാള സിനിമ ചെയ്തിട്ടുണ്ട്. അതിനകത്തെല്ലാം എൻ്റെ ഗോത്രഭാഷയിലൂടെ തന്നെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ ഗോത്രഭാഷ എവിടെയൊക്കെ അടയാളപ്പെടുത്താൻ സാധിക്കും അവിടെയെല്ലാം ഞാൻ തീർച്ചയായിട്ടും അടയാളപ്പെടുത്താനുള്ള അവസരം ഞാൻ ഇനിയും അത് അടയാളപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമെന്നുള്ള. കാരണം എനിക്ക് പറയാനുള്ളത് എനിക്ക് മാത്രമേ പറയാനൊക്കത്തുള്ളൂ. അത് മറ്റുള്ളവർക്ക് ഒരിക്കലും പറയാനൊന്നും ആവത്തില്ല. അതുപോലെ തന്നെ എൻ്റെ ഭാഷയിലുള്ള കവിതകൾ വരുന്ന സമയത്തും ഇപ്പോൾ ആർക്കിവിടെ സംസാരിച്ചതുപോലെ ആർക്കൊക്കെ നന്നായിട്ട് മനസ്സിലാകാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ ഒരു കാലത്ത് കവിത എഴുതുന്ന സമയത്ത് ആർക്കെന്നോട് പറഞ്ഞു, നീ ഇനി മേലെ കവിത എഴുതരുത്. കാരണം ഞാൻ എഴുതുന്നത് പിന്നെ ഒരു മറ്റുള്ളവർ കണ്ടാൽ അത് എന്താ പറയുക, ഒരു പോരാട്ടത്തിൻ്റെ വീര്യതയോടുകൂടി മാത്രമാണ് ഞാൻ കവിത എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ സുകുമാരനൊക്കെ പറയാറുണ്ട് ഇങ്ങനെ അതിൽ നിന്ന് മാറി നീ കവിത എഴുതണം, കുറച്ച് മാറി എഴുതണം എന്നൊക്കെ പറഞ്ഞു. കാരണം അയോധ്യയിലെ രാമൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ നടക്കുന്ന രാമരാജ്യത്തെക്കുറിച്ച് ആ സമയത്താണ് ഞാനൊരു കവിത എഴുതിയത്. കഷ്ടകാലത്തിന് എഴുതിപ്പോയെന്നും തോന്നുന്നു. കാരണം ചരിത്രത്തിലില്ലാത്ത രാമൻ, അതിന് എൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ വിളിച്ച മനുഷ്യന്മാരുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, എൻ്റെ വീട്ടുകാരെ വന്ന് ഭീഷണിപ്പെടുത്തിയ മനുഷ്യന്മാരുണ്ട്. കാരണം ഇനി മകനെ കൊണ്ട് എഴുതാം, നിനക്ക് എഴുതണമെങ്കിൽ നീ എഴുതാം, കാരണം നിനക്ക് പുല്ലിനെക്കുറിച്ചും കാടിനെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും കിളികളെക്കുറിച്ചും നിനക്ക് എഴുതാം. ഇത്തരത്തിലുള്ള വസ്തുതകളെ ആസ്പദമാക്കി നീ ഒരിക്കലും എഴുതരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പോയി പണ്ട് നോക്കാൻ പറഞ്ഞു. കാരണം എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് എങ്ങനെയാണോ എനിക്ക് പറയാൻ സാധിക്കുക അത് ഞാൻ പറയുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലൂടെ ഇന്നിപ്പോൾ ഗോത്ര സാഹിത്യത്തെ
എല്ലാ ഇടങ്ങളിലും അടയാളപ്പെടുത്തുക, എല്ലാ വേദികളിലും ഗോത്ര സാഹിത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുക. ഇതൊക്കെ ഇന്നിപ്പം ഗോത്ര ജനത എന്ന് പറയുന്നത് അവരെക്കുറിച്ച് മാത്രം വരുന്ന എന്താ പറയുക, അവർ എല്ലാ വേദിയിലും അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എങ്കിലും ഇത്തരത്തിൽ അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും അവർക്കുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട്. ഇവർ ഈ കാണിക്കുന്ന ആദരവുകളും അല്ലെങ്കിൽ എന്താ പറയുക ആ പ്രസ്താവനകളാണെങ്കിലും അല്ലെങ്കിൽ അടയാളപ്പെടുത്തുക എന്ന് മാത്രമാണ്. അതിൻ്റെ അത്രത്തോളം അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ അത്രമാത്രം സത്വം അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. ആർക്ക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുക എന്ന് പറയുന്നതും വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പരിഭാഷപ്പെടുത്തുന്നതിനല്ല, എൻ്റെ ഭാഷ എൻ്റെ ഭാഷയിലൂടെ തന്നെ പഠിക്കുക എന്നുള്ളതാണ്. മലയാളത്തിൽ പഠിക്കേണ്ടതില്ല. മലയാളത്തിൽ പഠിക്കാൻ മലയാളത്തിൽ കവിതകൾ എഴുതുന്നവരുണ്ട്. അപ്പോൾ ആ കവിതകൾ പഠിക്കുക എന്നുള്ളതാണ്. മലവേട്ടുവരുടെ കവിതകൾ പഠിക്കണമെങ്കിൽ പ്രകാശിൻ്റെ മലവേട്ടുവ ഗോത്രഭാഷയിൽ തന്നെ പഠിക്കുക. അത് പഠിക്കാൻ സാധിക്കുന്നവർ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് അത് തന്നെയാണ്. കാരണം ഒരുപാട് നാളുകളായിട്ട് എന്നെ പുച്ഛിക്കുകയും ഒക്കെ ചെയ്ത മനുഷ്യന്മാർ ഇന്ന് ആ കവിത പഠിക്കുകയും ചേർത്ത് പിടിക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവമുണ്ട്. അതൊരു കാലത്തിൻ്റെ അടയാളപ്പെടുത്തലാണ്. അപ്പം ആ ഒരു കാലത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് നിങ്ങൾക്ക് മുമ്പിൽ ഇവിടെ ഇരിക്കാൻ സാധിക്കുന്നതും നിങ്ങളുടെ മുമ്പിൽ രണ്ട് വാക്ക് സംസാരിക്കാൻ പറ്റുന്നൊക്കെ എന്ന് പറയുന്നത്. അക്ഷരമില്ലാത്തവന് കവിയാകാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പം ഞാനും പറയുന്നതാണ്, എന്നെ കണ്ടാലും ഒരു കവിയുടെ ലുക്കും പാവൊന്നുമില്ല. ഏതെങ്കിലും ഒരു പിച്ചക്കാരൻ്റെ ലുക്കാണ്. ഇവിടെ ഇരിക്കുന്ന 3 പേര് നല്ല ലുക്ക് പവറിലുള്ള ഒരു മനുഷ്യരാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഒരു കവിയാകാൻ ഇവർ കവിക്ക് കൊടുക്കുന്നൊരു പട്ടവും ചാർത്തൊക്കെ നമ്മൾ വരച്ചിടുന്നതാണ് കവിയുടെ ഒരു ചിത്രം എന്ന് പറയുന്നത്. കാരണം പല സ്കൂളിലേക്ക് പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, അവർക്കൊപ്പം ഇരുന്നും കളിച്ചും പന്തൊക്കെ കളിച്ചിട്ടാണ് ഞാൻ വേദിയിൽ അവർക്കൊപ്പം സംസാരിക്കുന്നത്. അപ്പോൾ അവർ പറയും, നിങ്ങളാണോ കവി? ഞാൻ പറഞ്ഞു, ഞാനാണ് കവി എന്നൊക്കെ പറയാറുണ്ട്. അപ്പം നമ്മൾ വരച്ചിട്ടൊരു ചിത്രമുണ്ട് കവിക്ക്, ഒരു മാറാപ്പുള്ളൊരു സഞ്ചിയും ജുബയൊക്കെ ഇട്ട് വരുന്ന ഒരു കവിയുടെ ഒരു ചിത്രം. അതൊക്കെ പണ്ടുള്ള ഏതെങ്കിലുമൊക്കെ കവി കാണിച്ചു കൂട്ടിയ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷേ ഞാൻ അങ്ങനെയല്ല. പ്രകാശ് എന്ന് പറയുന്നത് പച്ചയായിട്ടുള്ളൊരു മനുഷ്യനാണ്. ചേറിൻ്റെയും മണ്ണിൻ്റെയും മണമുള്ളൊരു മനുഷ്യനാണ്. അഭിനയിക്കാൻ അറിയാത്തൊരു മനുഷ്യനാണ്. കൂടുതൽ സംസാരിക്കാതെ മറ്റുള്ളവൻ്റെ പ്രസംഗങ്ങൾ കോപ്പി അടിച്ചുകൊണ്ട് അത് കാണാപ്പാഠം പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ 1.5 മണിക്കൂർ സംസാരിക്കണമെന്ന് മാത്രം മനസ്സിലിങ്ങനെ ഇരുത്തിക്കൊണ്ട് അതിങ്ങനെ കാണാപ്പാഠം പഠിച്ചുകൊണ്ട് വന്നിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കാത്തൊരു മനുഷ്യരാണ്. ചുരുങ്ങിയത് എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ പച്ചയായ ഭാഷയിലൂടെ സംസാരിച്ച് നിങ്ങളുടെ മനസ്സിൽ കുറച്ച് നേരം ഇടം പിടിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പച്ചയായൊരു മനുഷ്യനാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും വലിയ സന്തോഷം. ബാക്കി കവിതയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം കൂടാൻ ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നേരം സംസാരവും കേട്ടിരുന്നവർക്ക് ഒരുപാട് സന്തോഷം. ആദ്യമായി എനിക്ക് ഇങ്ങനെ വേദിയിൽ സംസാരിക്കാൻ അവസരം തന്ന ഇത് കൃത്താസിൻ്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, രേണുചേട്ടൻ പറഞ്ഞു നിർത്തിയെടുത്ത് പ്രകാശ് പറഞ്ഞു നിർത്തിയെടുത്തുനിന്ന് ഞാൻ തുടങ്ങുകയാണ്. ചരിത്രത്തിൽ ഇടമില്ലാതിരുന്ന, മലയാള ഭാഷയിൽ ഇടമില്ലാതിരുന്ന ഒരു സാഹിത്യശാഖ ദളിത് സാഹിത്യവും അതുപോലെ ഗോത്ര സാഹിത്യവും ഇന്നിപ്പോൾ സമകാല മലയാള സാഹിത്യത്തിൽ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു തലത്തിലെത്തി നിൽക്കുകയാണ്. ഞാൻ കോളേജുകളിൽ, നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ പ്രാചീന സാഹിത്യം പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ്. കഴിഞ്ഞൊരു ക്ലാസ്സിൽ പോലും നമ്മളത് പഠിപ്പിക്കുമ്പോൾ രേണുചേട്ടൻ പറഞ്ഞ ആ ഒരു ഓർക്കുന്നുണ്ടോ, വാഴക്കുല അല്ലെങ്കിൽ കുമാരനാശാൻ്റെയോ മറ്റുള്ള കൃതികളുടെയൊക്കെ പേരുകൾ നിങ്ങൾ കേട്ടിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ സിലബസുകളിൽ ഇപ്പോഴും അത്തരം സാഹിത്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. പ്രാചീന സാഹിത്യം തൊട്ട് നമ്മൾ നോക്കിക്കോ, അന്നും നമ്മളുടെ ഈ പറയുന്ന ഗോത്ര വിഭാഗങ്ങളും ദളിത് വിഭാഗങ്ങളും ഒക്കെ സാഹിത്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവർ നേരാവണ്ണം അവരുടെ സ്വത്വത്തെ അടയാളപ്പെടുത്തുന്ന മട്ടിലല്ല ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മാത്രമാണ് പറയുന്നത്. ഇപ്പം കുഞ്ചൻ നമ്പ്യാരുടെ കൃതികൾ, മറ്റ് തുള്ളലുകൾ, അതിൽ കാട്ടാളനെ വർണ്ണിച്ചിരിക്കുന്നത്, അതുപോലെ നമ്മുടെ കഥകളിയിൽ കാട്ടാളനെ അവതരിപ്പിച്ചിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇന്നും നമ്മളെ ക്ലാസ് മുറികളിൽ അത് നിന്നുകൊണ്ട് എന്തുമാത്രം ദളിത് വിരുദ്ധമായ അല്ലെങ്കിൽ ഒരു മനുഷ്യത്വഹീനമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അത്തരം സാഹിത്യത്തിൽ ഇത്തരം മനുഷ്യരെ അടയാളപ്പെടുത്തിയിരിക്കുന്നതെന്ന് കുട്ടികളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ, അതിനൊപ്പം ഇന്ന് നമ്മൾ ആ ഒരു സാമൂഹ്യ സ്ഥിതിയിലല്ല എന്നും കൂടി ചേർത്ത് പറഞ്ഞു പോകേണ്ട ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് ആ ഒരു സാഹിത്യം കുട്ടികളെ പഠിപ്പിക്കുന്നത്.
അതിനോടൊപ്പം ഇപ്പം പ്രകാശിനെ പോലുള്ള എഴുത്തുകാരുടെ കവിതകളും നമ്മുടെ സിലബസിലേക്ക് കടന്നു വന്നപ്പോഴാണ് നമ്മുടെ മലയാള സാഹിത്യ മേഖല ഒരു കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു ഇടമായി മാറിയതെന്ന് വേണം പറയാൻ. ആ ഒരു കാര്യത്തിൽ ഇന്നത്തെ സമകാലിക മലയാള സാഹിത്യം എത്തി നിൽക്കുന്ന ഈ ഒരു അവസ്ഥയെ അഭിമാനത്തോട് നിന്നുകൊണ്ട് എന്നെപ്പോലുള്ള ആളുകൾക്ക് ഇവിടെ സംസാരിക്കാൻ അവസരം കിട്ടുന്നതും അതുകൊണ്ടാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. മലയാള ദളിത് സാഹിത്യം എങ്ങനെയാണോ കടന്നു വന്നത് അതേപോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഫെമിനിസം എങ്ങനെയാണ് ഒരു പുരുഷ കേന്ദ്രീകൃതമായ സമൂഹത്തിൽ അല്ലെങ്കിൽ സാഹിത്യ ലോകത്തിൽ കടന്നു വന്നത്, അതേപോലെയുള്ള പ്രതിഷേധങ്ങളുടെ സ്വരങ്ങളൂടെ അല്ലെങ്കിൽ അതിജീവനത്തിൻ്റെ സ്വരങ്ങളിലൂടെയാണ് ദളിത് സ്ത്രീകളുടെ എഴുത്തുകളും കടന്നു വന്നതും കൂടെ ചെറുതായിട്ട് കുറഞ്ഞ സമയമുള്ളൂ. അതുകൊണ്ട് അത് മാത്രം പറഞ്ഞുകൊണ്ട്, കാരണം ബാക്കിയെല്ലാം ചേട്ടനൊക്കെ പറഞ്ഞു വച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തും. ഈ ഗോത്ര കവിതകളുടെയും ദളിത് കവിതയുടെയും എല്ലാം പൊതു സവിശേഷത എന്ന് പറയുന്നത് ഇത്തരം അതിജീവനങ്ങളും പ്രതിഷേധ സ്വരങ്ങളും ഒക്കെയാണ്. അത് മാത്രവുമല്ല, നമുക്കറിയാം അക്ഷരം പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു, കവി അക്ഷരം പഠിക്കാത്തവരാണെന്ന്. ഇതിനു മുമ്പ് ഇത്തരം വിഭാഗങ്ങൾ അക്ഷരം പഠിക്കാത്ത വാമൊഴിയിലൂടെ തൻ്റെ വൈജ്ഞാനിക അറിവ് അടയാളപ്പെടുത്തിയിരുന്ന ഈ വിഭാഗങ്ങൾ എങ്ങനെയാണ് തങ്ങളുടെ നാടൻ പാട്ടുകളിലൂടെ, നാടൻ പാട്ടിൽ തന്നെയുള്ള അറിവുകളിലൂടെയൊക്കെ തലമുറകളായിട്ട് കൈമാറി വന്നതായിരുന്നു. നമ്മൾ മലയാള സാഹിത്യം മുഖ്യമായിട്ടെടുത്ത് പഠിക്കുമ്പോൾ അതിൽ പലപ്പോഴും മലയാള ഭാഷ കടന്നു വന്ന കാലഘട്ടം പറയും, മലയാള കവിതയും മറ്റ് കവിത കടന്നു വന്ന കാലഘട്ടം പറയും. അപ്പോൾ അവിടെ ഒന്നും ഇല്ലാത്തൊരു തലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എഴുത്തും വായനയും പഠിക്കാതിരുന്ന മനുഷ്യരുടെ ഒരു വൈജ്ഞാനിക മേഖല ഇതിൻ്റെ താഴെ തട്ടിലൂടെ വളർന്ന് ഇന്ന് വരെ എത്തി നിൽക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം അറിവനുഭവങ്ങൾ പേറിയാണ് ഇന്ന് ഈ കവികൾ ഇവിടെ എത്തിയിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാൻ സാധിക്കും. കാരണം അവരവരുടെ കാരണവന്മാരിൽ നിന്നോ അല്ലെങ്കിൽ മുൻ പൂർവികരിൽ നിന്നോ കേട്ടറിഞ്ഞ പാട്ടുകളിൽ നിന്നോ മിത്തുകൾ, കഥകൾ, കടങ്കഥകൾ, അതിലൂടെ അവരനുഭവിച്ച അറിവനുഭവങ്ങൾ നിന്നാണ് ഇവർ ഇപ്പോൾ ഈ എഴുത്തുകാരിവിടെ ആവിർഭവിച്ചിരിക്കുന്നത് വേണം പറയാൻ. അത് ഒരിക്കലും ഒരു പള്ളിക്കൂടങ്ങളിൽ നിന്ന് പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞ അറിവനുഭവങ്ങൾ വെച്ചുകൊണ്ട് അല്ല ഇത്തരം കവികൾ ഇവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് വേണം പറയാൻ. കാരണം സർഗാത്മകമായ സ്വതസിദ്ധമായ അവരുടെ കഴിവ് കൊണ്ട് മാത്രമാണ് സ്വാഭാവികമായി നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ പാഠപുസ്തകങ്ങൾ, നമ്മുടെ ചരിത്ര പുസ്തകങ്ങൾ പഠിച്ചപ്പം ഈ പറഞ്ഞതുപോലെ അന്നത്തെ ആ കോരനല്ല നമ്മളുടെ യഥാർത്ഥത്തിലുള്ള പിതാമഹന്മാരെന്ന് തിരിച്ചറിഞ്ഞ ആളുകൾ അത്തരം സ്വത്വബോധമുള്ള കഥാപാത്രങ്ങളെയും ജീവിതങ്ങളെയും ജീവിതാനുഭവങ്ങളെയും അവരുടെ ആചാര അനുഷ്ഠാനങ്ങളെയും ഭാഷയെയും എല്ലാം കൊണ്ടുവന്ന് ഇന്നത്തെ ഒരു എഴുത്ത് ഇടത്തേക്ക് കൊണ്ടുവച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി പണിയെടുത്തു, നല്ലതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ്. നമ്മളിപ്പം ഓരോ കവികളും പറഞ്ഞു വെക്കുന്നത് അതാണ്. അവർ ശരിക്കും ഈ ഒരു പൊതുസമൂഹത്തിന് സാഹിത്യത്തിനോട് കലഹിച്ചുകൊണ്ടാണ് സ്വന്തം കവിതയുടെ ഒരു സ്വത്വത്തെ അവരിവിടെ എടുത്തു വെക്കുന്നത്. ഇപ്പം പ്രകാശിനെ പോലെ മണികണ്ഠൻ അട്ടപ്പാടിയുടെ മല്ലീസ്പറമുടി എന്ന് പറഞ്ഞ കവിത യൂണിവേഴ്സിറ്റി പഠിപ്പിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു കവിതയിൽ ആ മല്ലീശ്വരം മുടിയിൽ വെറും മല്ലീശ്വരം മുടി എന്ന് പറയുന്നത് ആ ആദിവാസി വിഭാഗങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് അവിടെ കാണാൻ പോകുന്ന കാഴ്ചക്കാർക്ക് മല്ലീശ്വരം മുടി അവർക്ക് മറ്റൊന്നാണ്. പക്ഷേ മണികണ്ഠൻ പറഞ്ഞു വെക്കുന്നത് അവിടുത്തെ ജനങ്ങളെ അല്ലെങ്കിൽ അട്ടപ്പാടിയിലെ ആദിവാസി വിഭാഗങ്ങൾ നേരിടുന്ന അതിഭയങ്കരമായ അടിച്ചമർത്തൽ, അതിജീവനത്തിൻ്റെയും അവരുടെ സംസ്കാരത്തിനെ ഇല്ലാതാക്കുന്ന പുറം ലോകത്ത് നമ്മൾ സമ്പന്നരെന്നോ അല്ലെങ്കിൽ നമ്മൾ പൊതുസമൂഹം വളരെ മാന്യരെന്ന് പറയുന്ന ആളുകൾ ഒരു സാധാരണ നിഷ്കളങ്കരായിട്ടുള്ള കാടിനെയും പ്രകൃതിയെയും ഒക്കെ സ്നേഹിക്കുന്ന ആളുകളെ അടിച്ചമർത്തുന്ന ഒരു രീതി, അത് ആ കവിതയിൽ അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു വന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെ എഴുതി വെക്കാൻ പറ്റൂ. ഇത് ആർക്കും കൊണ്ടുവന്ന് വേറെ കണ്ടു നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ അനുഭവങ്ങളൊന്നും തന്നെ തൻ്റെ കൃതിയിൽ കാഴ്ചക്കാരൻ എന്ന നിലയിൽ പകർത്തി വെക്കാനേ പറ്റുള്ളൂ. പ്രകാശ് ഇപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് കാടിനെക്കുറിച്ച് എഴുതാം, പക്ഷേ കാടിൻ്റെ അകത്തൊക്കെ കയറിയിട്ട് കാടിൻ്റെ അനുഭവത്തെക്കുറിച്ച് നിങ്ങൾ എഴുതുന്നത് കള്ളത്തരമാണ്. ഇപ്പം ഞാൻ ഒരു കവിതയിൽ ചാവുവിളി എന്നൊരു കവിതയിൽ ഞാൻ കോളിമരം എന്ന് പറയുന്ന ഒരു മരത്തെ പ്രതിപാദിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല വയനാട്ടിലുള്ള ഒരു ആദിവാസി വിഭാഗങ്ങളുടെ വിശ്വാസമാണ് കോളിമരം എന്നൊരു മിത്താണ്. അവരുടെ അച്ഛനപ്പൂപ്പന്മാർ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലും നരകത്തിലും ഒന്നും പോകുന്നില്ല. കാരണം അവർക്ക് നരകങ്ങളൊന്നുമില്ല. കാരണം അവരിവിടെ ജനിച്ചതും വളർന്നതല്ല എവിടെയാണ്? ഈ ഭൂമിയിലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ അച്ഛനമ്മമാരും എങ്ങും പോകുന്നില്ല. അവരുടെ ആത്മാക്കൾ എവിടെ ഇരിക്കുന്നു? ഈ കോളിമരത്തിൽ വന്നിരിക്കുന്നു എന്നാണ് വിശ്വാസം. അവരുടെ ഒരു വൃക്ഷമാണത്. അപ്പോൾ ഇത്തരം മിത്തുകളൊക്കെ കേട്ടറിഞ്ഞല്ല ഈ അറിവുകൾ. ഇപ്പം
കാലടി യൂണിവേഴ്സിറ്റിയിൽ ഒരു കുട്ടി അത് റിസർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴേ കോളിമരം എന്താണെന്ന് അറിയത്തില്ല. ഞാനത് ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കുകയാണ്. ഇത്തരം അറിവ് ആ ഒരു കവിതയിൽ ഞാൻ എടുത്തു വെച്ചില്ലായിരുന്നു എങ്കിൽ അതിനെക്കുറിച്ച് ചർച്ചയുണ്ടാകത്തില്ല, അത് ആരും അറിയത്തില്ല. ഒരു വയനാട്ടിലെ ഏതെങ്കിലും ഒരു നാടൻ പാട്ടുകളിൽ ഈ വാക്ക് അവിടെ പാടി തീർന്ന് കഴിയുമ്പോൾ എല്ലാവരും മറന്നു കളയുന്ന ഒരു വാക്കായി മാറുമായിരുന്നു. അപ്പോൾ ചാവ് കോളിമരം കടന്നു വരുന്നു. അതേപോലെ തന്നെ ദളിത് വിശ്വാസം അനുസരിച്ച്, അല്ലെങ്കിൽ ദളിതരുടെയൊക്കെ ഒരു വിശ്വാസം അനുസരിച്ച് വിറ്റ് വില വാങ്ങിപ്പോകുന്നൊരു ഭാഗമാണ്. അവരൊരു വേര് കൊടുത്തു വിടും. ഇത്തരമൊരു ഇടം പോലെ ഒരു വൃക്ഷം ഇവർക്കുമുണ്ട്. ഇങ്ങനെയുള്ള സംസ്കാര, ആചാര, അനുഷ്ഠാന അറിവുകളെ കവിതയിൽ അടയാളപ്പെടുത്തണം, ഭാഷാപരമായും ഒക്കെ. അപ്പോൾ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഒറ്റ ആവേശത്തിന് ഇത്രയും പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. കൃത്താഡ്സിൽ 2ാമത്തെ തവണയാണ് വരുന്നത്. ഈ കവിതാ ചർച്ചയിൽ, ദളിത് ഗോത്ര കവിതാ ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റിയതിലുള്ള സന്തോഷം ആദ്യം തന്നെ പറയട്ടെ. പ്രകാശ് മുമ്പേ സംസാരിച്ചതുപോലെ കവിത എഴുതിയതിൻ്റെ പേരിൽ അവഹേളിക്കപ്പെടുന്നതോളം വലിയ സങ്കടം വേറെ ഒന്നുമില്ല. മലയാളത്തിലെ ദളിത് ഗോത്ര കവിതയുടെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ചും ദളിത് കവിതയെക്കുറിച്ച് പറയാമെന്ന് കരുതുന്നു. വളരെയധികം അപമാനവും മാറ്റി നിർത്തലും അവഹേളനങ്ങളുമൊക്കെ കടന്നാണ് മലയാളത്തിൽ ദളിത് കവിത ഉറച്ചത്. പൊയ്കലപ്പച്ചൻ്റെ എഴുതിയതുപോലെ കാണുന്നീലൊരക്ഷരവും എൻ്റെ വംശത്തെപ്പറ്റി എന്ന് എഴുതിയതിൽ നിന്ന് രേണുകുമാറിൻ്റെ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന ഒരു കാലത്തിലേക്ക് എത്താൻ മലയാളത്തിലെ ദളിത് കവിത സഞ്ചരിച്ച ദൂരം വളരെ വലുതാണ്, വളരെ തീവ്രമാണത്. എത്ര വഴികളിലൂടെ സഞ്ചരിക്കണം ഒരു മനുഷ്യനെ മനുഷ്യനെന്ന് വിളിക്കാനെന്ന് ബോബ് ഡിലൻ്റെ പാട്ട് പറയുന്നത് പോലെ എത്രയോ വഴികളിലൂടെ സഞ്ചരിച്ചാണ് ഒരു കവിത, ഒരു സവിശേഷ കവിത ഇവിടെ രൂപപ്പെട്ടു വന്നത് എന്നത് വലിയ ചരിത്രമാണ്. മലയാള കവിതയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അത് അടിമുടി സവർണമാണ് എന്ന് പറയാൻ നമുക്ക് മാറ്റി ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ പരമ്പരാഗത കവിതയുടെ വഴികളും ആ വഴികളിൽ രേഖപ്പെട്ട കവിതകളും അത് മുന്നോട്ട് വച്ച ഭാവുകത്വവും അതിൻ്റെ പ്രമേയങ്ങളും എല്ലാം നമ്മൾ വായിച്ചു നോക്കിയാൽ ഇതുപോലെ ഉള്ള മനുഷ്യർ, ദളിതർ, സ്ത്രീകൾ, ഗോത്രവിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് തന്നെ നമുക്ക് സംശയം തോന്നും. ദളിതരെ കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് കവിതകൾ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ കർത്തൃത്വ സ്ഥാനത്ത് ദളിതർ വരുന്നതോടുകൂടി മലയാള കവിതയുടെ ചരിത്രത്തിനെ തന്നെയാണത് പരിക്കേൽക്കുന്നത്. പലരും പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണമാണ് കടമ്മനിട്ടയുടെ കവിത, നിങ്ങളെൻ്റെ കറുത്ത മക്കളെ ചുട്ടു തിന്നില്ലേ എന്നും. സ്വന്തം മക്കളെ ആരെങ്കിലും കറുത്ത മക്കളെ എന്ന് വിളിക്കുമോ എന്നുള്ളൊരു ചോദ്യം മലയാളത്തിലെ ദളിത് കവിതയാണ് മുന്നോട്ട് വെച്ചൊരു ചോദ്യമാണ്. നിങ്ങളെൻ്റെ മക്കളെ എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാണ് നിങ്ങളെൻ്റെ കറുത്ത മക്കളെ എന്ന് പറയുന്നത്? കറുപ്പിനെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നൊരു ദിവസങ്ങൾ കൂടിയാണ്. അങ്ങനെ കർത്തൃത്വ സ്ഥാനത്ത് ദളിതർ അല്ലെങ്കിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർ വരുന്നതോടുകൂടി ആ കവിത പൂർണ്ണമായും സത്യസന്ധമാകുകയാണ്, സത്യസന്ധമായി അടയാളപ്പെടുകയാണ്. മലയാള കവിതയെ
സമ്പന്നമാക്കിയ കവിതാ വഴികളാണ്, മലയാള കവിതയുടെ ചരിത്രത്തിൽ തന്നെ സമ്പന്നമാക്കിയ കവിതാ വഴികളാണ് ദളിത് കവിതയും ഗോത്ര കവിതയും ഇപ്പോൾ ക്യൂർ കവിതകളൊക്കെ. നമ്മുടെ കവിത വിട്ടുപോയ ഇടങ്ങളെ, ശൂന്യമായ ഇടങ്ങളെ പൂരിപ്പിക്കുന്ന കവിതകളായി മാറി. ഇത് ഒരിക്കലും നമ്മുടെ സമൂഹത്തിന്, ജനാധിപത്യ സമൂഹത്തിന് ഇതൊരിക്കലും തള്ളിക്കളഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു നിലയിലേക്ക് എത്തി എന്നിടത്താണ് ഈ കവിതയുടെ മുന്നോട്ട് പോക്കിൻ്റെ ശക്തി. അല്ലെങ്കിൽ ഭാവുകത്വപരമായി എങ്ങനെയൊക്കെയാണ് നമ്മുടെ കവിതയെ, മലയാള കവിതയെ ഈ കവിതാധാരകൾ സ്വാധീനിച്ചത്, നവീകരിച്ചത് എന്നത് ചിന്തിക്കുമ്പോഴാണ് ചരിത്ര പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത്. ഞാൻ കവിത എഴുതി തുടങ്ങുന്നത് എനിക്ക് എൻ്റെ സംസാര ഭാഷയിലൂടെ എന്നെ ആവിഷ്കരിക്കാൻ പറ്റാതെ വന്ന അവസ്ഥയിലാണ്. എൻ്റെ അമ്മൂമ്മ പറഞ്ഞിട്ടുള്ള കഥകളും പാട്ടുകളും വാക്കുകളും ഒക്കെയാണ് ഞാൻ ആദ്യകാലത്ത് കവിതയിൽ എഴുതാൻ ശ്രമിച്ചത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇതൊന്നും രേഖപ്പെടാതെ വാമൊഴിയായിട്ട് തന്നെ പകർന്നു കിട്ടിയ അനേകം തലമുറയിലുള്ള ആൾക്കാരുണ്ട് ഇവിടെ. എഴുതപ്പെടുന്നതോടുകൂടിയാണ് അതിനൊരു ചരിത്ര പ്രസക്തി ഉണ്ടാകുന്നത്. അപ്പോൾ ഇതുവരെ എഴുതപ്പെടാതെ നമ്മുടെ തലമുറയിൽ തന്നെ നഷ്ടപ്പെട്ടു പോയ എത്രത്തോളം കവിതകളും കഥകളും പാട്ടുകളുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മളുടെ വിദ്യാഭ്യാസത്തിനുള്ള പങ്ക് ഇതിലേക്ക് കടന്നു വരുന്നത്. എൻ്റെ അമ്മൂമ്മ 4ാം ക്ലാസ് വരെ വിദ്യാഭ്യാസം ചെയ്ത ഒരാളായിരുന്നു. അവർക്കത് ഒരിക്കലും രേഖപ്പെടുത്തി വയ്ക്കാനായിട്ട് അറിഞ്ഞില്ല. അവരത് ഒരു 2000-ൻ്റെ തുടക്കത്തിൽ തന്നെ ആൾ മരിച്ചുപോയി. അവരെന്നോട് പറഞ്ഞിട്ടുള്ള കഥകളിൽ നിന്നും പാട്ടിൽ നിന്നുമാണ് ഞാൻ കവിതയിലേക്ക് കടന്നു വരുന്നത്. ആ നിലയ്ക്ക് നമ്മുടെ ഭാഷയെ സമ്പന്നമാക്കുക, ജനാധിപത്യവൽക്കരിക്കുക, ആ തരത്തിലാണ് ഈ മലയാളത്തിൽ ദളിത് കവിതയും ഗോത്ര കവിതയും ഒക്കെ നമ്മുടെ ഭാഷയിൽ ഇടപെട്ട് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യം. ദളിത് കവിതയും ഗോത്ര കവിതകളെയും കുറിച്ച് ഞാൻ ഉൾപ്പെടെ 4 പേർ അവരുടെ കാഴ്ചപ്പാടുകൾ വളരെ പരിമിതമായി, അവരുടെ അനുഭവങ്ങൾ വളരെ പരിമിതമായിട്ട് ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ വിചാരിക്കുന്നത്, കാരണം ഈ ഒരു സെക്ഷൻ യഥാർത്ഥത്തിൽ ഇത് എങ്ങനെ, എന്തൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് വരണം, എങ്ങനെ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നതിനെക്കുറിച്ച് വലിയ ഒരു ധാരണ ഇല്ലാതിരുന്നതുകൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വരുന്നത്. എന്നിരുന്നാലും എല്ലാവരും തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നാണ്, അത് നന്നായിട്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാനും കഴിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും ഇനി ഒരു പക്ഷേ ചില കവിതകൾ വായിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു കവിത കലേഷ് ഇവിടെ സാന്ദർഭികമായി സൂചിപ്പിച്ച ഒരു കവിത കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്നുള്ള കവിത നിങ്ങൾക്കായിട്ട് വായിക്കാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേക സന്തോഷമെന്ന് പറയുന്നത്, ഇപ്പോൾ പ്രകാശിൻ്റെ കവിത പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ 9ാം ക്ലാസ്സിൽ ഈ കവിത പഠിക്കാനുണ്ട്. ഇതിൽ പേര് എടുത്തു പറയുന്നില്ല എങ്കിലും കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രം, കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചരിത്രം, കേരളത്തിൻ്റെ ജനാധിപത്യ സമരങ്ങളുടെ നീതിക്കും തുല്യതയ്ക്കും സമത്വത്തിനും വേണ്ടിയുള്ള 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ, അല്ലെങ്കിൽ 19ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലത്തും 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമൊക്കെ നടന്നിട്ടുള്ള സജീവമായ സാമൂഹ്യ സമരങ്ങളെക്കുറിച്ച് ഉള്ള ചരിത്രബോധം നമ്മൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കവിതയിലെ കഥാപാത്രം, കവിതയിലെ നായകൻ അല്ലെങ്കിൽ അതാരാണെന്ന് നമുക്ക് മനസ്സിലാവേണ്ടതാണ്. പക്ഷെ പലപ്പോഴും കേരള പാഠാവലിയിൽ ഇത് ഉൾപ്പെട്ട് കഴിഞ്ഞിട്ടും, ഇത് അധ്യാപകർ പഠിപ്പിച്ചിട്ടും
പലർക്കും ഇത് അത്ര കണ്ട് മനസ്സിലായില്ല, തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് വളരെ മുഖ്യധാരയിൽ മാത്രം പരിചിതമായ ഒരു ചരിത്രത്തെക്കുറിച്ച് മാത്രമാണ് നമുക്ക് അറിവുള്ളത്. മറിച്ച് ഒട്ടും തന്നെ മാർജിനലൈസ് ആയിരിക്കും ഇവരുടെ ഈ സമരകാലത്ത്. ഞാൻ ഈ പറഞ്ഞ നവോത്ഥാന കാലത്തെ സമരങ്ങൾ എന്ന് പറയുന്നത് ഒട്ടും തന്നെ മാർജിനലൈസ് ചെയ്യപ്പെട്ട സാമൂഹ്യ സമരങ്ങളായിരുന്നില്ല. മറിച്ച് ആ ചരിത്രം എഴുതിയപ്പോഴാണ് ആ സമരങ്ങൾ മുഖ്യധാരയിൽ നടന്ന, തെരുവിൽ നടന്ന, വഴി നടക്കാൻ വേണ്ടി നടന്ന സമരങ്ങൾ, സ്കൂളിന് പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞ് നടന്ന സമരങ്ങളൊന്നും എവിടെയെങ്കിലും ഒളിച്ചു നടത്തിയ സമരങ്ങളല്ല. മറിച്ച് കേരളത്തെ സമഗ്രമായി ബാധിച്ച, കേരളത്തിൻ്റെ സാംസ്കാരിക സാമൂഹ്യ അന്തരീക്ഷത്തെ ചൂട് പിടിപ്പിച്ച സമരങ്ങളായിരുന്നു. പക്ഷെ അതൊക്കെ ചരിത്രമായി എഴുതപ്പെട്ടപ്പോഴത്തേക്ക് ആ ചരിത്രത്തിൽ അതെല്ലാം സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു പോയി. മലയാളികളുടെ മാതൃഭൂമി, കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന പുസ്തകത്തിൽ അയ്യൻകാളിയുടെ പേര് ഉൾപ്പെടാതെ പോയി. കാരണം അയ്യൻകാളിയെ പോലെ ഒരു പുരോഗമന കേരളത്തെ, അല്ലെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന കേരളത്തെ, അതിൻ്റെ ജനാധിപത്യ സംഹിതയെ മുഴുവൻ രൂപകൽപ്പന ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാവുന്ന, ജനാധിപത്യത്തിൻ്റെ അപ്പോസ്തലൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന അയ്യൻകാളിയുടെ പേര് ഇല്ലാതെ പോയി എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് വലിയൊരു തെറ്റായി പോലും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് പൊയ്കേൽ അപ്പച്ചനെ കുറിച്ചുള്ള ഒരു കവിത കേരളം ഒട്ടാകെ ഉള്ള സ്കൂളുകളിലെ കുട്ടികൾക്ക് പഠിക്കാൻ ഉണ്ടാകുന്നു എന്നുള്ളതൊരു വ്യക്തിപരമായിട്ടൊരു വലിയ സന്തോഷമായി എനിക്ക് തോന്നുന്നത്. ആ കവിത തീർച്ചയായും ഈ ഒരു വേദിയിൽ ആ കവിത വായിക്കുന്നത് അതിലേറെ അഭിമാനവും സന്തോഷവും ഉണ്ടാക്കുന്ന കാര്യമാണ്. കവിത ഇങ്ങനെയാണ്: കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ, തലങ്ങും വിലങ്ങും ഈർക്കിലി വരകൾ കൊണ്ട് നിറഞ്ഞ വെടിപ്പായ മുറ്റം, മുറ്റത്തിന് അതിരുകാത്തു മണമൂറി പൊട്ടിച്ചിരിച്ചു നിൽക്കും ഇലഞ്ഞി മരം, കുളിച്ചു വൃത്തിയായി ഇറയത്തു വഴി കണ്ണുമായിരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ, മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്തിരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും, അരികിലായി ചാഞ്ഞു കിടക്കും ചിരട്ടത്തവികളും. കാണുന്നുണ്ടിങ്ങനെ ഓരോരോ മാറ്റങ്ങൾ കാണുന്നിടത്തൊക്കെ, വേലക്കിറങ്ങിപ്പോയപ്പോൾ കണ്ടേച്ചു പോന്ന വീടിനെ അല്ല വേല കീറിച്ചെന്നപ്പോൾ കണ്ടത്, രാവിലെ ഇട്ടേച്ചു പോന്ന കുഞ്ഞുങ്ങളെയല്ല മടിശീലയിൽ കൂലി നെല്ലുമായി ചെന്നപ്പോൾ കണ്ടത്, ആരാണിങ്ങനെ അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കിപ്പെറുക്കി വെടിപ്പുള്ളതാക്കിയത്, ആരാണിങ്ങനെ മണ്ണിൽ പുരണ്ട് മൂക്കട്ടെ ഒലിപ്പിച്ച് നിന്ന കുഞ്ഞുങ്ങളെ പുഞ്ചിരി തൂവുന്ന പൂവുകളാക്കിയത്. കാണുന്നുണ്ട് അവരുടെ കണ്ണുകളിൽ അനേകം അക്ഷരങ്ങൾ, കാണുന്നുണ്ട് അവരുടെ കണ്ണുകളിൽ അനേകം അക്ഷരങ്ങൾ. നന്ദി, സ്നേഹം. കവിത നന്നായി കവിത ചൊല്ലാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പക്ഷേ നന്നായിട്ട് കവിത ചൊല്ലാൻ അറിയാത്തത് കൊണ്ട് കവിത ചൊല്ലുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നന്നായി കവിത വായിക്കാൻ, ഇവരൊക്കെ വായിക്കുന്നത് പോലെ കവിത ഇങ്ങനെ ആസ്വദിച്ച് വായിക്കാൻ എനിക്കങ്ങനെ അറിയില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഇടം പിടിക്കണമെങ്കിൽ അത് ആസ്വദിച്ച് വായിക്കാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഞാൻ അങ്ങനെ വായിക്കുന്ന ഒരു വ്യക്തിയല്ല. എൻ്റെ കവിതകളെല്ലാം മറ്റുള്ളവരുടെ ശബ്ദത്തിലാണ് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവുക മിക്ക ആൾക്കാരും എന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ എഴുതുക മാത്രം ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശില എന്ന് പറയുന്ന കവിത വായിച്ചു നോക്കാം. ശില: കാട്ടുതേൻ തേടി കാടുകേറി എനിക്ക് തേൻ കിട്ടിയില്ല, കാട്ടുതേൻ തേടി കാടുകേറിയ എനിക്ക് തേൻ കിട്ടിയില്ല, തേൻ ചുവന്നു വരുന്ന തേനീച്ചകളെയും കണ്ടില്ല, അവർ കാടകരാജ്യം വിട്ടു കാണുമോ, അവർ കാടകരാജ്യം വിട്ടു കാണുമോ. അലഞ്ഞുമടുത്തു ഞാൻ ആ കല്ലിലൊന്നിരുന്നോ നേരം, കാടെന്നെ പാടി ഉറക്കുന്നു, കാറ്റെന്നെ തലോടുന്നു, കാറ്റിൽ അത്തിമരത്തിനിലകൾ കാഞ്ഞിരത്തിൽ ചാഞ്ഞ് ഉമ്മ വയ്ക്കുന്നു, എനിക്കിക്കിളിയാവുന്നു. കാടിറങ്ങുമ്പോൾ ഞാനൊരു കല്ലും ചുമന്നു കൊണ്ടുപോയി, വീടു കയറാൻ ചവിട്ടുപടിയിടാം, എൻ്റെ കാലുകൾ വീട്ടിലേക്കൂന്നി, എൻ്റെ കാലുകൾ വീട്ടിലേക്കൂന്നി. മുറ്റത്തെ വരമ്പിൽ കല്ല് ചാരി വച്ച് ഇറയത്തിരുന്നപ്പോൾ അമ്മ അടുക്കളയിൽ ചീനഞ്ചട്ടിയിലൊരു കൊട്ട്, കഞ്ഞിക്കലത്തിൽ ചിരട്ടത്തവി കൊണ്ടൊരു മുട്ടും കൊടുത്ത് കരിപിടിച്ച പാത്രത്തിൻ്റെ പല്ലുകൾ തേച്ചു മിനുക്കുന്നു, കരിപിടിച്ച പാത്രത്തിൻ്റെ പല്ലുകൾ തേച്ചു മിനുക്കുന്നു. കല്ലുകൊത്തുകാരൻ കേശവൻ വന്നപ്പോൾ ചാരി വെച്ച കല്ലിലൊരു നോട്ടം,
കണ്ണളന്നളന്ന് എന്തോ വരയ്ക്കുന്നുണ്ട്, കണ്ണളന്നളന്ന് എന്തോ വരയ്ക്കുന്നുണ്ട്. നോക്കി നോക്കി എൻ്റെ കല്ലും ചുമന്ന് കേശവൻ പോയി, നോക്കി നോക്കി കല്ലും ചുമന്ന് കേശവൻ പോയി. ഉളിമുന കൊണ്ട് തട്ടിയും കൊട്ടിയും എൻ്റെ കല്ലിൽ ഒരു രൂപം കൊത്തിയ കേശവൻ, കൊത്തിയ രൂപം ആരോ വാങ്ങി, കൊത്തിയ രൂപം ആരോ വാങ്ങി. പേരുമുണ്ടത്രേ ഇപ്പോൾ, ആരൊക്കെയോ മാലയിടുന്നു, ആരൊക്കെയോ പണമെറിയുന്നു. പേരുമുണ്ടത്രേ ഇപ്പോൾ, ആരൊക്കെയോ മാലയിടുന്നു, ആരൊക്കെയോ പണമെറിയുന്നു. ആ കല്ലിൽ ദൈവമുണ്ടത്രേ, ആ കല്ലിൽ ദൈവമുണ്ടത്രേ. അമ്മ പറയുന്നത് കേട്ടു. കൊത്തിയ കേശവൻ പിന്നെ ആ രൂപം കണ്ടിട്ടില്ല. ചുമന്നു വന്ന ഞാനും ആ കല്ലിലൊന്നും തൊട്ടിട്ടില്ല. കൊത്തിയ കേശവൻ പിന്നെ ആ രൂപം കണ്ടിട്ടില്ല. ചുമന്നു വന്ന ഞാനും ആ കല്ലിലൊന്നും തൊട്ടതേയില്ല. മധുവിൻ്റെ അട്ടപ്പാടിയിലെ മധുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു കവിത എഴുതിയിരുന്നു. അത് ചൊല്ലാനായിരുന്നു എടുത്തു വച്ചിരുന്നത്. അപ്പം ഏറ്റവും പുതിയൊരു കവിത എഴുതിയിട്ടുണ്ട്, അതൊന്ന് അവതരിപ്പിക്കുകയാണ്. 315 നമ്പർ ഷാപ്പ് എന്നാണ് കവിതയുടെ പേര്. അയമോദകം കുഴിച്ച പുകയില നുറുക്കിൻ നിറമുള്ള പുലർച്ചയിൽ 30 പൈസയ്ക്ക് കൊയിലാൻ്റെ മുറ്റമടിച്ച് 5 രൂപയ്ക്കുള്ള ചാണകം ചുമ്മി അമ്മയുടെ നട്ടെല്ല് കടയുമ്പോൾ പള്ളിയിൽ 5:30-ക്കുള്ള മണിയടിക്കും. തമ്പറ്റി എണീറ്റ് ചട്ടയുടുത്ത് സപ്രായ്ക്ക് കൂടാൻ പള്ളിയിലേക്ക് പോകും മുമ്പ് കുർബാന കൂടട്ടെ ഷാപ്പിലോട്ട് പോയിനടി എന്ന് വിളറിയ വെളുപ്പാങ്കാലമായി തെറിക്കുമ്പോൾ ഒറ്റമണിയൊച്ച നാടിൻ്റെ കാതിലിരമ്പും. 315 നമ്പർ ഷാപ്പ് വറീദ് മാപ്പിളയുടെയാ. റോസക്കുട്ടിയുടെ ലൈസൻസിൽ കര മുഴുവൻ കള്ളു മോന്തുന്നത് അവിടുന്ന. കറിക്കൊതി മൂത്ത് അടുത്ത കരയെന്നും ആളു കയറുന്ന ഷാപ്പ്. വീട്ടിൽ ഇളയ കുഞ്ഞും മുള്ളിക്കുളിച്ച് വലിയ വായിൽ നിലവിളിക്കുമ്പോൾ ഇച്ചേച്ചി അവളെ എടുത്ത് അമ്മയുടെ അരികിലേക്ക് തണുപ്പ് ചവിട്ടിയിറങ്ങി കള്ളുമ്മട്ടൊഴുക്കി വിട്ട മുറ്റത്തോരമെത്തി മുല കുടിപ്പിച്ച് തോളിൽ ചേർത്ത് ഉറക്കം കുറുകുന്ന മടുപ്പോടെ തിരികെ പോരുമ്പോൾ നന്ദ്യാർവട്ട ചിരിയായി നാരായണി ചേച്ചി വാഴ വഴങ്ങൽ നനച്ച് അമ്പലത്തിലേക്ക് ഈറൻ പുലരിയായി പോകുന്നുണ്ടാവും. ഇച്ചേച്ചി പഠിക്കാൻ പോയില്ല, ഇളയതിനെ നോക്കും, കഞ്ഞിയും കട്ടനും വയ്ക്കും, ഞങ്ങളുടെ മുടി ചീവി ചിരിക്കും. മിടുക്കരാവാൻ സഞ്ചി എടുത്ത് കൈ പിടിച്ച് പടി ഇറക്കി വിടും. ഷാപ്പിൻ്റെ വഴിയെ പോകുമ്പോൾ ഇറമ്പിൽ കുപ്പി കഴുകുന്ന കള്ളിമുണ്ടുടുത്ത നിറഞ്ഞ ചിരി ഞങ്ങളുടെ കണ്ണിനോട് കോർക്കും. മുഷിയുടലു പോലെ നനഞ്ഞ് ചായ്പിൻ്റെ ചാരക്കാറ്റിൽ മറയും. ഉച്ചയ്ക്ക് മുന്നേ മീൻ വെട്ടിക്കഴുകി തേങ്ങ പൊതിച്ച് പൂളാക്കി അരിഞ്ഞ് ഷാപ്പിറമ്പിലെ കല്ലിൽ വറ്റൽമുളക് അരച്ച് കറി വെച്ച് കറിവേപ്പില പൊത്തി വെളിച്ചെണ്ണ തൂവി തൊട്ടു നോക്കാതെ കറി രുചി അറിഞ്ഞ അമ്മ പോരുമ്പോൾ ഇച്ചേച്ചി വീട്ടിൽ ഉണക്കമീൻ നുറുക്കി ഉപ്പിറങ്ങും വിധം വെള്ളം നിറച്ച് മുളകരച്ച് ചട്ടിയിൽ വേവിക്കും. തികത്ത് കപ്പ കുതിരാനിടും. കുഞ്ഞിനെ കുളിപ്പിച്ച് വറ്റുകോരി തിന്ന് തിരികെ അമ്മ ഷാപ്പിലെത്തുമ്പോൾ പച്ച ഇറച്ചിയുടെ തേക്കിലക്കെട്ടുകൾ കുപ്പി നിറയ്ക്കാനുള്ള തെളിമാട്ടവും അടുക്കളക്കോണിൽ ഒരേ ഓരത്തുണ്ടാവും. ഇറച്ചിച്ചാറിൻ്റെ നെയ്യ് തെപ്പി തൂക്കുപാത്രത്തിൽ കോരി കറി വാങ്ങി പാതകത്തിൽ വെച്ച് വരണ്ടുണങ്ങാൻ പോട്ടി ഉരുളിയുടെ തീ കെടുത്തി റബ്ബർ ഫാക്ടറി കത്തി എരിഞ്ഞെന്ന് വെന്തു മരിച്ച കെട്ടിയോനെ ഓർത്ത് കനൽ നെഞ്ചിൽ പേറി വീട്ടിലേക്ക് തീ കാറ്റായി തിരികെ വീശും. ചാറു തൊട്ട് ഇറച്ചി ചവച്ച കുഴഞ്ഞ ഒച്ചകൾ ഷാപ്പ് കറി എന്നാൽ ഇതാണെന്ന് മുരടനക്കുമ്പോൾ ഉണക്കക്കപ്പ തിളപ്പിക്കാനും പുല്ല് ചെത്തിക്കൊടുത്താലുള്ള 5 രൂപ കാശ് ഓർത്തും വഴി ഓടി ഒരു കിതപ്പ് വീടെത്തി നിൽക്കുന്നുണ്ടാവും. പുതുക്കിയ ഷാപ്പിന് മുന്നിലൂടെ കാറിൽ പോരുമ്പം 40 കൊല്ലത്തിനിപ്പുറം കറിച്ചാറിൻ്റെ പാത്രം തിണ്ണയിൽ വെച്ച് ഈ ചേച്ചിയോടൊപ്പം ഞങ്ങളുടെ വരവും നോക്കിയിരിക്കും നാടിനെ കൊതിപ്പിച്ച വിയർപ്പിൽ ഷാപ്പ് കറി മണക്കുന്ന ഓർമ്മകളും ഓടിക്കിതച്ചെത്തും. പുതുക്കിയ ഷാപ്പിന് മുന്നിലൂടെ കാറിൽ പോരുമ്പോൾ 40 കൊല്ലത്തിനിപ്പുറം കറിച്ചാറിൻ്റെ പാത്രം തിണ്ണയിൽ വെച്ച് ഈ ചേച്ചിയോടൊപ്പം ഞങ്ങളുടെ വരവും നോക്കിയിരിക്കും നാടിനെ കൊതിപ്പിച്ച വിയർപ്പിൽ ഷാപ്പ് കറി മണക്കുന്ന ഓർമ്മകളും ഓടിക്കിതച്ചെത്തും. നന്ദി. ഹോൺ എന്ന കവിതയാണ് വായിക്കുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട ഒരു ആലോചന എന്നുള്ള കവിതയാണ്. കേരളത്തിലെ ദളിതർക്ക്
അമ്പലത്തിലേക്ക് പ്രവേശനം ലഭിച്ചപ്പോൾ എന്ത് മാറ്റമാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്, അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ദൈവങ്ങൾ എവിടേക്കാണ് കുടിയിറക്കപ്പെട്ടത്? വൈക്കം ക്ഷേത്രത്തിന് സമീപത്തൂടെ കാറിൽ യാത്ര ചെയ്ത ഒരു അനുഭവമാണ് ഈ കവിത. ഹോൺ. ഒരിക്കൽ നടക്കാനാകാതിരുന്ന വഴിയിലൂടെ കാർ ഓടിച്ചു പോയി. അമ്പലത്തിന് മുന്നിൽ നിന്നൊരാൾ കൈ കാണിച്ചു. പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുചെന്നിറക്കി. യാത്ര തുടരെ അയാൾ എനിക്കു നേരെ കൈവീശി നടന്നകലുന്നത് കണ്ടു. ഈ വഴിയിലൂടെ പലതവണ പോയിട്ടും അമ്പലത്തിൽ കയറാൻ തോന്നിയിട്ടില്ല. എൻ്റേതല്ലെന്ന് തോന്നിയതൊന്നും സ്വന്തമാക്കിയിട്ടില്ല. സ്വന്തമാക്കിയാലും സ്വന്തമാകാത്തവരുണ്ട്. കാണായ അമ്പലങ്ങളൊക്കെ മേലടങ്ങി പണിഞ്ഞത് ആരെന്നറിയില്ല. കല്ല് ചുമന്നവരുടെ കൈവെള്ളയിലെ ചരിത്രം തഴമ്പിളകിയപ്പോൾ മാഞ്ഞു. മുഴക്കോൽ കയ്യിലെടുത്ത ആചാരിക്ക് അയിത്തമില്ലായിരുന്നു. മുഴക്കോലെടുക്കാൻ മറന്ന നാൾ മുഴങ്ങളകലെ ആചാരി ആശാരിയായി. 1936 എൻ്റെ അമ്മ ജനിച്ചിട്ടില്ല. പൂർവികരുടെ ഒരു ഫോട്ടോ പോലും വീട്ടിലില്ല. അവരുടെ പേരുകൾ ജാതി ചേർത്ത് പറഞ്ഞത് കേട്ടിട്ടുണ്ട്. അവരെ പിന്തുടർന്ന വേറുകൃത്യങ്ങൾ എന്നെയും തെരഞ്ഞു വരുന്നു. മരണം കട്ടിലിനു താഴെ ഇരുട്ടിൽ ഒളിച്ച ദിവസം അമ്മ അമ്മയോടെന്ന പോലെ എന്നോട് സംസാരിച്ചു. അവർ ഒരു വയറ്റാട്ടിയായിരുന്നു. ആ കൈകൾ പൂക്കളായി കുട്ടികളെ വിടർത്തിയെടുത്തു. മന്ത്രവാദവും വശപ്പെടുത്തി. അതിരുകളിൽ കാവൽ നിന്ന മരിച്ചവർ രാത്രിയിൽ അലഞ്ഞ പട്ടികളുടെ നാവിൽ അവരോട് മിണ്ടാനിറങ്ങി. വെള്ളം കുടിയും ചാവുപിടുത്തവും നടന്ന പറമ്പിലിരുന്ന് തൊണ്ട വരെ ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ട്. തൊണ്ട നനയ്ക്കാതെ അലഞ്ഞുതിരിഞ്ഞ ചാവുകൾ ആ ലഹരി ഊറ്റിയെടുത്തു. 30കളിലെ ഞങ്ങളുടെ ദൈവങ്ങൾ 40കളിൽ തൊലഞ്ഞുപോയി. ദൈവങ്ങളും ഞങ്ങളും അനാഥരായെങ്കിലും ഞങ്ങൾക്ക് നടക്കാൻ ഒരു വഴിയായി. പ്രാർത്ഥിക്കാൻ അമ്പലങ്ങളായി. പ്രാർത്ഥിക്കാൻ ഓരോ കാരണങ്ങൾ വരെയായി. ഒരിക്കൽ നടക്കാനാകാതിരുന്ന വഴിയിലൂടെ കാർ ഓടിച്ചു പോയി. കാലുകളുടെ കലയാണ് കാറോട്ടം. അമ്പലങ്ങൾക്ക് മുന്നിലൂടെ ഹോൺ മുഴക്കി ഓടിയിട്ടുണ്ട്. കാലുകളുടെ കലയാണ് കാറോട്ടം. അമ്പലങ്ങൾക്ക് മുന്നിലൂടെ ഹോൺ മുഴക്കി ഓടിയിട്ടുണ്ട്. വയലുകൾ നികത്തിയ പാതകളിൽ പറവയായ ഞാൻ ചെങ്കുത്തായ കയറ്റങ്ങളിലേക്ക് ചിറകടിച്ചു. യന്ത്രം മനുഷ്യനെ മെരുക്കുന്നു. മനുഷ്യൻ യന്ത്രത്തെ മെരുക്കി എന്നത് ഞാൻ അവിശ്വസിക്കുന്നു. കാർ കണ്ടുപിടിച്ചത് ആരെന്നറിയില്ല. കാർ കണ്ടുപിടിച്ചത് ആരെന്നെനിക്കറിയില്ല. അയാളുടെ ഫോട്ടോ പോലും കണ്ടിട്ടില്ല. ആ മുഖം കണ്ടാൽ മുറിച്ചെടുത്ത് പേഴ്സിൽ സൂക്ഷിക്കണമെന്ന് വരെ വന്നിപ്പോൾ തോന്നാറുണ്ട്. നമസ്കാരം. 4 കവികൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും. കവിത 4 പേരത് ശ്രദ്ധിച്ചു, വളരെ നന്നായിരുന്നു. ഒരു വലിയൊരു ചോദ്യം ചോദിക്കാനുള്ളത് പ്രകാശ് ചന്തളത്തിനോടാണ്. 2014 മുതൽ പ്രകാശിനെ അറിയാം. എനിക്ക് തോന്നുന്നു പ്രകാശിൻ്റെ ഇന്നത്തെ ഈ ഒരു വളർച്ച പോലും നമ്മളെ പ്രചോദനമായതും വഴികാട്ടിയായതും കിർട്ടാഡ്സ് തന്നെയാണ്. കാരണം അതിൽ യാതൊരു സംശയമില്ല. അന്ന് കണ്ട പ്രകാശല്ല ഇന്ന് വേദിയിലിരിക്കുന്ന പ്രകാശ്. അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഒന്ന്, ശ്രദ്ധിക്കപ്പെടുന്നത് പ്രകാശിൻ്റെ വിദ്യാഭ്യാസമാണ്. 2, കുടുംബ സാഹചര്യമാണ്. 3, ഒരു ഗോത്രത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ അന്ന് 2014 നിന്ന് ഇന്ന് 2025 പ്രകാശിൻ്റെ ഈ കവി എന്നുള്ള പ്രയാണത്തിൽ
എന്തെല്ലാം പ്രതിസന്ധികൾ വന്നു, എങ്ങനെയാണ് ഈ സാമ്പത്തികമായും സാമൂഹികമായും ഉള്ള കുടുംബപരമായുള്ള പ്രതിസന്ധിയിൽ നിന്ന് ഇന്ന് 7ാം ക്ലാസ്സിൽ കാടാരുത് എന്ന് പറയുന്ന ഒരു കവിത നമ്മുടെ കുട്ടികളും അധ്യാപകരും സമൂഹം നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ ഇന്ന് പ്രകാശിന് തോന്നുന്ന അല്ലെങ്കിൽ കവി എന്ന നിലയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ, പ്രതിസന്ധികൾ എങ്ങനെ മറികടന്നു, ഇനി എന്താണ് ഭാവി പരിപാടികൾ എന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് പങ്കുവെച്ചാൽ നന്നായിരിക്കും. പ്രകാശിൻ്റെ ഫീൽ എങ്ങനെയാണ്? അതായത് പ്രകാശ് കഴിഞ്ഞ ഒരു വേദിയിൽ കാണുമ്പോൾ പ്രകാശിൻ്റെ കവിത കണ്ടപ്പോൾ ഊരുകാർ പോയിട്ട് അടിക്കാൻ പോയി. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് മാത്രം പറഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. അതാണ് പ്രകാശ് ചേച്ചിയും പറഞ്ഞത്. അടിക്കാൻ വരുന്ന കാര്യം കൊണ്ട് നമുക്ക് മറ്റുള്ളവന് കിട്ടുന്നതൊക്കെ കേൾക്കാൻ ഭയങ്കര സുഖം തോന്നും. അതുകൊണ്ടാണ് തോന്നുന്നു അങ്ങനെ ചോദിക്കുന്നത്. പിന്നെ ചിത്രേച്ചി ചോദിച്ച കാര്യങ്ങൾ, ഇതൊക്കെ എന്താ പറയുക, ചിത്രേച്ചിയും എന്ന് പറഞ്ഞാൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഏകദേശം പ്രശ്നങ്ങൾ നമ്മൾ കോളുകളിലൂടെ തന്നെ പരസ്പരം എൻ്റെ ജീവിത അവസ്ഥകളും സാഹചര്യങ്ങളും ആണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആർക്കാണെങ്കിലും ചിത്രേച്ചിക്കാണെങ്കിൽ വ്യക്തിപരമായിട്ട് നന്നായിട്ട് അറിയുന്നതാണ്. പിന്നെ നമ്മുടെ ബിന്ദു ചേച്ചി അവിടെ ഇരിക്കുന്നുണ്ട്. ബിന്ദു ചേച്ചിക്ക് ഇപ്പോഴാണ് കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഇല്ലാത്തത്. പക്ഷേ എന്നിരുന്നാലും മുമ്പൊക്കെ എൻ്റെ എഴുത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആളായിരുന്നു. ആദ്യമായിട്ട് എന്താ പറയുക, കോഴിക്കോട് വെച്ചിട്ട് ഒരുപാട് പോലീസുകാരുടെ ഒക്കെ മുമ്പിൽ നിന്നൊരു കവിത ചൊല്ലേണ്ട അവസ്ഥ വന്നപ്പോൾ ഞാനൊക്കെ പേടിച്ചു പോയതാണ്. അപ്പം ആ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചിത്രേച്ചി ചോദിച്ചതുപോലെ പ്രതിസന്ധികളുടെ കാര്യങ്ങൾ, അപ്പം സാധാരണ എന്താ പറയുക, ഇടങ്ങളിൽ നിന്ന് വരുന്നവനായതുകൊണ്ട് തന്നെ സാമ്പത്തികം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടിലുള്ള ഒരു മനുഷ്യരാണ്. അപ്പം അത്തരത്തിലിടങ്ങളിൽ നിന്ന് വരുന്ന മനുഷ്യനാണ്. അപ്പം എൻ്റെ കുടുംബജീവിതം എന്ന് പറയുന്നത് അച്ഛൻ അമ്മ എന്ന് പറയുന്നത് വയ്യാണ്ട് നിൽക്കുന്ന മനുഷ്യരാണ്. അപ്പം അവർക്കിടയിൽ നിന്ന് ആ ഒരു കുടുംബത്തെ നോക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ചുമതലയാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ കൂലിപ്പണിയിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ കൊണ്ടാണ് എൻ്റെ യാത്രകൾ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു തരത്തിൽ മറ്റുള്ളവരൊക്കെ പറയും നിരന്തരമായിട്ടുള്ള സഞ്ചാരങ്ങളും യാത്രകളും വേദികളും പങ്കിട്ട് ഓരോ ദിവസം ഇപ്പം ഞാൻ പോസ്റ്റുകൾ പൊതുവേ കുറവാണ്. കാരണം ഡെയിലി നമ്മളിങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്, പ്രകാശിൻ്റെ വളർച്ച ഭയങ്കരമാണ്. അവന് പിന്നെ ഒരു ബാങ്കിലെ ആൾക്കാർ വന്നിട്ട് എന്നോട് ചോദിച്ചു നമ്മുടെ ബാങ്കിൽ അക്കൗണ്ട് എടുക്കുമെന്ന്. എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇവരുടെയൊക്കെ വിചാരം ഒരു സിലബസിൽ കവിത വന്നാൽ എനിക്ക് ലക്ഷങ്ങളും കോടികൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ എൻ്റെ യാത്രകൾ കാണുമ്പോഴാണ്, കാരണം അവർ ഏതോ ആൾക്കാർ എൻ്റെ കാലക്കേട് കൊണ്ട് അവർ വണ്ടിയാക്കി വരുന്നു, എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നു. അത് തന്നെ ഞാൻ കരഞ്ഞ് കാല് പിടിച്ചിട്ടാണെന്നുള്ളത് ഓർമ്മ വേണം. അല്ലാതെ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഞാൻ അവരോട് പറയും എന്നെ ഇവിടെ കൊണ്ടുവിട്ടാൽ ഞാൻ വരാം എന്ന്. എൻ്റെ അവസ്ഥകൾ ഇതൊക്കെ മറ്റുള്ളവർ കാണുന്ന സമയത്ത് പ്രകാശ് ഇങ്ങനെ സഞ്ചരിക്കുന്നത് കാണുമ്പോൾ അവരുടെ വിചാരമാണ് പൈസകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഞാൻ ഇവിടെ ഈ വേദിയിലിരിക്കുന്നത് തന്നെ എത്ര ആളുടെ കയ്യും കാലും പിടിച്ച് തെണ്ടി തിരിഞ്ഞിട്ടാണെന്നുള്ളത് എനിക്ക് മാത്രമാണ്. എൻ്റെ വീട്ടിലെ കഞ്ഞിക്ക് കറി ഒരു ദിവസം ഉണ്ടോ എന്നുള്ളത് എനിക്ക് മാത്രം അറിയുന്ന. പിന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നുള്ളത് ഇല്ല. മണിയുടെ ഒക്കെ പാട്ട്, മണിച്ചേട്ടൻ്റെ പാട്ടിലൊക്കെ മണിച്ചേട്ടൻ ഇങ്ങനെ നിരന്തരമായിട്ട് മണിച്ചേട്ടൻ്റെ അവസ്ഥകൾ പറഞ്ഞുകൊണ്ട് പാടിയതുപോലെ ഞാനും ഇവിടെ തെരുവിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ എൻ്റെ അവസ്ഥകൾ പറഞ്ഞ് നടക്കേണ്ട ആവശ്യകതയില്ല. ഞാൻ കട്ടുകിട്ടല്ല ജീവിക്കുന്നത്, കൂലിപ്പണി എടുത്തിട്ട്. അതുകൊണ്ട് കിട്ടുന്ന ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോഴാണ് സുകുമാരൻ ചാലികതയെ കണ്ടത്, വലിയ സന്തോഷം ഇവിടെ കേൾക്കാനുണ്ടല്ലോ എന്നുള്ളത്. അപ്പം പിന്നെ എന്താ പറയുക, അപ്പം അത്തരത്തിൽ നിന്ന് വരുന്ന ഒരു മനുഷ്യനാണ്. എന്നാലും പിന്നെ കിട്ടുന്ന വരുമാനം കൊണ്ട് ആ ഇടങ്ങളിലേക്ക് സഞ്ചരിച്ച് എനിക്ക് എഴുത്തിനോട് വല്ലാത്തൊരു പ്രണയമാണ്. എന്താണെന്ന് എനിക്ക് അറിയില്ല. എൻ്റെ ജീവിതത്തിലെ 3 പ്രണയങ്ങൾ ഞാൻ തള്ളിക്കളഞ്ഞത് ഇങ്ങനെയാണ്. 32 വയസ്സാണ്, ഞാൻ കെട്ടിയിട്ടില്ല. അപ്പം ഈ പ്രണയം എന്തിനാണ് ഉപേക്ഷിച്ചത്, പെണ്ണെന്തിനാണ് ഉപേക്ഷിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുത്തിനോടാണ് എൻ്റെ പ്രണയം എന്നുള്ളത്. 3 പെൺകുട്ടികൾക്ക് ഇഷ്ടം മറ്റുള്ളിടത്ത് സഞ്ചരിക്കരുത്, എഴുത്ത് നിർത്തുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഞാൻ പോയി പണിയുണ്ട് നോക്കാൻ പറഞ്ഞു. കാരണം എനിക്ക് എഴുത്തിനോടാണ് പ്രണയം. ആ എഴുത്തിനോടുള്ള പ്രണയമാണ് ഇന്ന് സിലബസിൽ ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് അറിയുന്നത്. കാരണം അന്ന് പെണ്ണിൻ്റെ പുറകെ അല്ലെങ്കിൽ പ്രണയത്തിൻ്റെ പുറകെയൊക്കെ നമ്മൾ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്താനാവില്ല. നമുക്കൊരു ജീവിതത്തിലൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നങ്ങളിലേക്ക് എത്തും വരെ നമ്മുടെ യാത്ര തുടരണം എന്നുള്ളതാണ്. അതാണ് ഇവിടം വരെ എത്തിപ്പെട്ടത് തന്നെ. പിന്നെ ഈ കാണുന്ന മറ്റുള്ളവർ പറയുന്ന ഒരു തരത്തിലുള്ള ഒരു ഇതും എനിക്കില്ല. എങ്ങനെയോ കഞ്ഞിയും വെള്ളമൊക്കെ കുടിച്ച് പോകുന്ന ഒരു ആദിവാസിയായിട്ടുള്ള ചെറിയൊരു പയ്യനാണ്. പിന്നെ എൻ്റെ വളർച്ചയെ കണ്ടു രമേശൊക്കെ
ആദ്യം ഇവിടെ കണ്ടതുപോലെ തന്നെയാണ് ഞാൻ ഇപ്പോഴുള്ളത്. ഞാൻ വളരാറില്ല എന്നുള്ളതാണ്. ഞാൻ താഴെ താഴെ തന്നെ പോകുന്നൊരു മനുഷ്യനാണെന്നുള്ളതാണ്. അപ്പോൾ ചിത്രയെ ചോദിച്ച പോലെ തന്നെയാണ് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ചിത്രയിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ നമുക്കൊരു വളർച്ചകളില്ല എന്നുള്ളതാണ്. പിന്നെ കവിത കൊണ്ട് നമുക്ക് എന്താ പറയുക, അതാണ് മെയിനായിട്ട് ആൾക്കാർ ചോദിച്ചിട്ടുള്ളത്. കവിത കൊണ്ട് എഴുത്തുകാരൻ എന്നും വരുമാനങ്ങൾ കിട്ടും, അതിലൂടെ ഒരുപാട് നേട്ടങ്ങളുണ്ട് എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സത്യമായിട്ട് തുറന്നു പറയാം, എഴുത്ത് എന്ന് പറയുന്നത് എഴുതാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 1 രൂപ പോലും ഞാൻ സമ്പാദിക്കാനോ അല്ലെങ്കിൽ 1 രൂപ പോലും എഴുത്തിൻ്റെ മേഖലയിൽ നിന്ന് കരുതി വെക്കാനോ സാധിച്ചിട്ടില്ല എന്ന് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. എഴുത്തൊരു ബിസിനസ്സായിട്ട് കണക്കാക്കാനും ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞാൻ എഴുതുന്നത് എൻ്റെ മക്കൾക്ക് നാളെ പഠിക്കാൻ വേണ്ടിയാണ് എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ നക്കിപ്പടിച്ച ഭാഷയിലും നുള്ളിപ്പടിച്ച ഭാഷയിലും കവിത എഴുതാൻ സാധിക്കുന്നു എന്നത് വലിയ കാര്യമാണ്. നക്കിപ്പടിച്ച ഭാഷ എൻ്റെ ഗോത്രഭാഷയും നുള്ളിപ്പടിച്ച ഭാഷ മലയാള ഭാഷയുമാണ്. ആ 2 ഭാഷയിലും എനിക്ക് കവിതകൾ എഴുതാൻ സാധിക്കുന്നു എന്നത് വലിയ സന്തോഷമാണ്. അപ്പോൾ ഇതാണ്, വരുമാനങ്ങളില്ലാത്ത ജൈത്രയാത്ര തുടരുന്ന ഒരു പാവപ്പെട്ടൊരു മനുഷ്യനാണ് എന്ന് മാത്രം. കവിത വായിച്ചു, ഞാൻ അത് തന്നെ കഷ്ടപ്പെട്ട് വായിച്ചു. അത് സുഗട്ടൻ തന്നെ, എൻ്റെ കവിത സുഗട്ടനെ കൊണ്ട് അവതരിപ്പിക്കണമെന്നുള്ള വലിയ സന്തോഷമാണ്. അത് സുഗട്ടൻ്റെ ശബ്ദത്തിൽ കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. സുഗട്ടൻ്റെ അടുത്ത വേദിയിൽ എല്ലാവരും ചെന്നിട്ട് അവിടെ പറയുക എൻ്റെ കവിത സുഗട്ടനെ കൊണ്ട് ചെല്ലിപ്പിക്കുക. കാരണം എൻ്റെ ആ കവിത സുഗട്ടൻ്റെ വോയിസിലാണ് കേൾക്കേണ്ടത്. എൻ്റെ വോയിസിൽ കേട്ട ചീഞ്ഞ മുട്ടക്കറിയും സുഗട്ടൻ്റെ വോയിസിൽ കേട്ട നിങ്ങൾ കൈയടിക്കും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ.